ഹരി ശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ദേവി അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ നവരാത്രി വേളയിൽ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ എത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഭക്തജനങ്ങൾ കുറവായിരിക്കും. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഭാരത സംസ്കാരത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായി പ്രശോഭിക്കുന്ന പുരാതന പുണ്യക്ഷേത്രങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രം. അദൃഷ്ട ശക്തിപ്രവാഹത്താൽ പരിപാവനമായ മറ്റൊരു ദേവീക്ഷേത്രം ഇതിനോട് കിടപിടിക്കുന്നവനുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ശ്രീ മൂകാംബിക ക്ഷേത്ര ചരിത്രം കോലാപുര മാഹാത്മ്യം എന്ന പേരിൽ വേദവ്യാസകൃതമായ സ്കന്ദപുരാണത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ടെന്നുള്ളത് തന്നെ അതിൻ്റെ പുരാതനത്വത്തെയും പ്രാധാന്യത്തെയും തെളിയിക്കുന്നു. പണ്ട് 3-ാം മന്വന്തരത്തിലെ ഉത്തമൻ എന്ന മനുവിൻ്റെ കാലത്ത് മഹാരണ്യപുരം എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ചിരുന്ന ഈ പ്രദേശം സിംഹ, വ്യാഘ്ര ഇത്യാദി, കരടി, കാട്ടുപോത്ത് ഇത്യാദി ഹിംസ്ര ജന്തുക്കളുടെ ആവാസ കേന്ദ്രമായിരുന്ന ഘോര വിപിനമായിരുന്നു. ഈ പ്രദേശത്തുകൂടി പട്ടാപ്പകൽ പോലും മനുഷ്യൻ സഞ്ചരിച്ചിരുന്നില്ല. എന്നാൽ മഹാതപസ്വിയായ കോലമഹർഷി പുളഞ്ഞൊഴുകിപ്പോകുന്ന സൗവർണിക നദിയുടെ ചേതോഹാരിതയിൽ അപഹൃത ചിത്തനായി ഇവിടെ എത്തി മനോഹരമായൊരു പർണാശ്രമം ചമച്ചിരുന്ന് തപസ് തുടങ്ങി. അന്ന് ആരാലും നിർമ്മിക്കപ്പെടാതെ സ്വയംഭൂവായി ഘോരാടവി മധ്യത്തിൽ കാണപ്പെട്ട ശിവലിംഗത്തിൽ നിത്യവും അഭിഷേകാർച്ചനാദികൾ ചെയ്ത് സന്തുഷ്ടിയോടെ വളരെ കാലം വസിച്ചു. അദ്ദേഹത്തിൻ്റെ തപോബലത്താൽ പ്രത്യുഷീഭവിച്ച ശിവനോട് സർവസംഘ പരിത്യാഗിയായ മുനി ഈ സ്ഥലം തൻ്റെ പേരിനാൽ പ്രകീർത്തിക്കപ്പെടണമെന്ന് വരം വാങ്ങി. അങ്ങനെ മഹാരണ്യപുരം കോലാപുരമായി രൂപാന്തരപ്പെട്ടു. കുറേ കാലങ്ങൾക്ക് ശേഷം ലോകമെല്ലാം തകർത്ത് വിഹരിച്ചു കൊണ്ടിരുന്ന ഭൈരവീ സേവകനായ കംഹാസുരൻ ഈ ദേശം കാണുകയും അന്ന് തന്നെ അസുര ശില്പിയായ മൈനെ വരുത്തി കൊട്ടാരങ്ങളോട് ചേർന്ന ഒരു രാജധാനി ഇവിടെ നിർമ്മിപ്പിച്ച് സന്നാഹസമേതം അവൻ പാർപ്പുറപ്പിക്കുകയും ചെയ്തു. കംസാസുരനായി പീഡിതനായ മഹർഷി നേരെ കുടജാദ്രിയിൽ പോയി ചിത്രമൂലയിലിരുന്ന് തപസ് തുടങ്ങി. കംഹാസുരൻ്റെ നിരന്തരമായ ഉപദ്രവത്താൽ പൊറുതിമുട്ടിയ ദേവന്മാർ വിവരം ത്രിമൂർത്തികളെ ഉണർത്തിച്ചു. അവർ ഒത്തൊരുമിച്ച് ത്രിപുര ഭൈരവിയെ സൃഷ്ടിച്ച് അവൻ്റെ വധത്തിന് നിയോഗിച്ചു. ദേവിയെ കണ്ട് ഭയന്നോടിയ കംഹാസുരൻ ഋഷ്യമൂകാചലത്തിലെത്തി വീണ്ടും തപസ് തുടങ്ങി. അസുര ചക്രവർത്തിയായ മഹിഷാസുരൻ ഇവിടം കാണുകയും ഇതൊരു അസുരപുരമായിരുന്നുവെന്ന് ലക്ഷണങ്ങളാൽ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഫലമായി സൈന്യസമേതം അവൻ അവിടെ പാർപ്പുറപ്പിക്കുകയും ചെയ്തു. ദുഷ്ടനായ മഹിഷൻ്റെ കരവരബലത്താൽ ത്രിലോകങ്ങളും അവന് കീഴടങ്ങി. ദേവലോക വിഭൂതികളാകെ അപഹരിച്ചുവെന്ന് മാത്രമല്ല, ഉർവശിയാദി സുരനാരികളെയും അവൻ ദാസികളാക്കി. സ്ഥാനഭ്രഷ്ടരായ ദേവന്മാർ ബ്രഹ്മാവിനെ വാർത്തയുണർത്തിച്ചു. ബ്രഹ്മാവ് കൈലാസത്തെത്തി മഹേശ്വര സമേതം പാലാരിയിൽ പോയി ശ്രീനാരായണനെ അഭയം പ്രാപിച്ചു. പുരുഷന്മാരാൽ വധ്യനാകാത്ത മഹിഷനെ നിഗ്രഹിക്കാൻ കുടജാദ്രിയിലെത്തി കോലമഹർഷിയോടൊത്ത് ആദിശക്തിയോട് അപേക്ഷിക്കുവാൻ ഭഗവാൻ അരുളി ചെയ്തു. അവരുടെ അപേക്ഷപ്രകാരം ദേവി മഹിഷാസുരനെ നിഗ്രഹിച്ച് വാനിൽ തേജോരൂപിണിയായി വിളങ്ങി. അപ്പോൾ ത്രിമൂർത്തികൾ ആവിർഭവിച്ച് ഇന്ന് കാണുന്ന ക്ഷേത്രകേന്ദ്രത്തിൽ ജ്യോതിർമയയായ ശ്രീചക്രമുണ്ടാക്കി ഭൂലോകരക്ഷാർത്ഥം ദേവിയെ അതിൽ പ്രതിഷ്ഠിച്ചു. ഋഷ്യമൂകാചലത്തിൽ തപസ്സിന് പോയ കംസൻ്റെ അത്യുഗ്രമായ തപോനിഷ്ഠയിൽ പരിഭ്രാന്തരായ ദേവകൾ അവൻ്റെ ഇംഗിതഭംഗം വരുത്തുവാൻ ദേവിയോട് അപേക്ഷിച്ചു. കാര്യം ഗ്രഹിച്ച മഹാമായ ബ്രഹ്മാവിൻ്റെ ആഗമനം പാർത്ത് അവൻ്റെ നാവിൽ കുടികൊണ്ടു. വരം നൽകുവാനെത്തിയ ബ്രഹ്മാവിനോട് ഒന്നും ചോദിക്കുവാൻ അവന് കഴിഞ്ഞില്ല. മൂകനായിരിക്കുന്ന കംഹാസുരനെ കണ്ട് വിധാതാവ് അപ്രത്യക്ഷനാകുകയും ചെയ്തു. അന്നു മുതൽ കംഹാസുരനെ മൂകാസുരൻ എന്ന ലോകർ സംബോധന ചെയ്തു. മൂകരൂപിയായി അവൻ്റെ നാവിൽ കുടികൊണ്ടതിനാൽ മൂകാംബിക എന്ന നാമം ദേവിക്കുണ്ടായി. ഇച്ഛാഭംഗത്താൽ വിദ്വേഷചിത്തനായ മൂകാസുരൻ രോഷാകുലനായി ത്രിലോകങ്ങളും തകർത്തു മേളിച്ചു. അസുരപീഡിതരായ ദേവകൾ വീണ്ടും ത്രിമൂർത്തികളെ അഭയം പ്രാപിച്ചു. അവർ ഏവരുമായി ആലോചിച്ചുറച്ച് സകല ദേവന്മാരുടെയും ശക്തികളെ കൊണ്ട് ഓരോ മൂർത്തികളെ സൃഷ്ടിച്ചു. ബ്രഹ്മാവ് ബ്രാഹ്മി, വിഷ്ണുവിൻ്റെതായ വൈഷ്ണവി, ശിവൻ ശാംഭവി, സേനാനി കുമാരി, ഇന്ദ്രൻ ഇന്ദ്രാണി, യമൻ വാരാഹി എന്നിങ്ങനെ ഷഡ്കുമാരികളും ശിവസുതയായ ഭദ്രയും ഒന്നിച്ച് വീരഭദ്രൻ, ഗണനാഥൻ തുടങ്ങിയവരോടുകൂടി മൂകാസുരവധത്തിന് നിയോഗിച്ചു.
അനവധി ദിവസം നീണ്ടുനിന്ന അതിഭയങ്കരമായ യുദ്ധത്തിൽ സപ്തമാതൃക്കളും പരവശപ്പെട്ടു. ഇവനെ നാനാത്വത്തിൽ കൊലപ്പെടുത്തുവാൻ സാധ്യമല്ലെന്നുറച്ച ദേവി ഏകത്വമായി ശരീരം ധരിച്ച് മൂകാസുരനെ കൊല ചെയ്ത് തേജോരൂപിണിയായി വാനിലേക്കുയർന്നു. അപ്പോൾ ത്രിമൂർത്തികൾ ദേവകളോടുകൂടി പണ്ട് കോലമഹർഷി പൂജാദികളാൽ പരിസേവിച്ചിരുന്ന സ്വയംഭൂലിംഗത്തിൻ മധ്യേ സുവർണരേഖയിൽ ശിവശക്തിയെ ഒന്നിച്ച് മഹാലക്ഷ്മി സ്വരൂപമായും വാമഭാഗത്ത് കാളി, ലക്ഷ്മി, വാഗ്ദേവി എന്നിവരെ ഐക്യഭാവത്തോടും ദക്ഷിണഭാഗത്ത് ഹരിഹരന്മാരെയും ദേവവർഗത്തെ ഒന്നായും നനച്ച് സങ്കല്പപൂജ ചെയ്തു. അങ്ങനെ ഇന്ന് കാണുന്ന സകല ദേവതാ സ്വരൂപമായ മൂർത്തി പ്രതിഷ്ഠ ത്രിമൂർത്തികളാൽ ചെയ്യപ്പെട്ടതാണത്രേ. പിന്നീട് അഗ്നികോണിൽ അർമുഖനെയും നിര്യതികോണിൽ പാർത്ഥേശ്വരൻ, നഞ്ചുകണ്ഠേശ്വരൻ, പഞ്ചമുഖ ഗണപതി എന്നിവരെയും വായുകോണിൽ ഹനുമാനെയും ഈശാനകോണിൽ ഗോവർദ്ധനോദ്ധാരി, വീരഭദ്രൻ തുടങ്ങിയവരെയും പ്രതിഷ്ഠിച്ച് പൂജിച്ചു. പൂജാഭിഷേകാദി കർമ്മങ്ങൾക്ക് വേണ്ട ശുദ്ധജലം സൗവർണികയിൽ നിന്ന് എടുക്കപ്പെട്ടതിനാൽ ഇന്നും ഉത്സവാദി വിശേഷങ്ങളിൽ അഭിഷേകത്തിന് സൗവർണികാ തീർത്ഥം തന്നെ ഉപയോഗിച്ചു വരുന്നു. ആയിരം ആണ്ടുകൾക്കപ്പുറം ആർഷ സംസ്കാരം ഉയർത്തുവാനായിട്ട് കാലടിയാറ്റിൻ കരയിൽ ഒരില്ലത്ത് ജാതനായ ശ്രീ ശങ്കരൻ ഇവിടെ എത്തി തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. അന്ന് അദ്ദേഹം കണ്ട സ്വരൂപത്തിലുണ്ടാക്കി പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ചതുർബാഹുക്കളോടുകൂടി ഇന്ന് അകത്ത് കാണുന്ന വിഗ്രഹമെന്നും അതിനു മുമ്പ് സ്വയംഭൂലിംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അന്നു മുതൽ ക്ഷേത്രാരാധനാ സമ്പ്രദായങ്ങളും അദ്ദേഹത്താൽ ഉണ്ടാക്കപ്പെട്ടതാണെന്നും പറഞ്ഞു വരുന്നു. ശ്രീ ശങ്കര സ്മാരകമായി ചുറ്റമ്പലത്തിനുള്ളിൽ ശങ്കരപീഠവും ഉടലെടുത്തു. അവ ഇന്നും ഭക്തജനങ്ങൾ ആരാധിച്ചു വരുന്നു. ഇവിടെ ശുക്ലതീർത്ഥം, അഗ്നിതീർത്ഥം, ഗോവിന്ദതീർത്ഥം തുടങ്ങിയ ഉപതീർത്ഥങ്ങളും കുടജാദ്രി, ചിത്രമൂല, ഗണപതി ഗുഹ തുടങ്ങിയ ആരാധനാ കേന്ദ്രങ്ങളും തീർത്ഥാടകർക്ക് പ്രചോദനം നൽകിക്കൊണ്ട് നിലനിൽക്കുന്നുണ്ട്. കുടജാദ്രിക്ക് മൂകാംബിയിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരം വരും. മുഴുവൻ വനപ്രദേശം തന്നെയാണ്. 5 കിലോമീറ്ററോളം സാമാന്യമായ കയറ്റവും 3 കിലോമീറ്റർ കിഴക്കൻതൂക്കായ കയറ്റവുമാണ്. പ്രകൃതി ദൃശ്യങ്ങളെ കണ്ട് ആനന്ദിച്ചുകൊണ്ട് ആ യാത്ര ഏവർക്കും പരമാനന്ദദായകം തന്നെ. അവിടെ എത്തിയാൽ ബ്രാഹ്മണർ പൂജിക്കുന്നതും അബ്രാഹ്മണർ പൂജിക്കുന്നതുമായ 2 ദേവാലയങ്ങളും അതിൻ്റെ കർമ്മികളുടേതായ 2 വീടുകളും കാണാം. ബ്രാഹ്മണർ ദേവിയെ സ്വാതിക ഭാവത്തിലും മറ്റവർ രാജസഭാവത്തിലും ശാക്തേയ സമ്പ്രദായത്തിലും ആരാധിച്ചു വരുന്നു. വീടുകൾക്ക് സമീപമായി കാലഭൈരവൻ എന്ന ഉഗ്രമൂർത്തിയുടെ ശിലാവിഗ്രഹവും അതിനോടടുത്ത് വളരെ ഭീമാകൃതിയിലുള്ള ഒരു ശൂലം പാറയിൽ തറച്ചിരിക്കുന്നതായും കാണാം. എങ്ങനെ ആരാൽ സ്ഥാപിക്കപ്പെട്ടു എന്നതിന് യാതൊരു പ്രമാണങ്ങളുമില്ല. ഇന്നും തുരുമ്പ് പിടിച്ചിക്കാതെ അവശേഷിക്കുന്ന ആ കാലിരുമ്പിലും ഒരു അദൃശ്യ ശക്തി പ്രവർത്തിക്കുന്നില്ലെന്ന് ആര് കണ്ടു? കുറച്ചുകൂടി കടന്നാൽ ഗണപതി ഗുഹ എന്ന് പ്രസിദ്ധമായ ഒരു ഗുഹ കാണാം. അതിൽ കൂടി നടന്നാൽ അംബാവനത്തിലെത്തുമെന്നൊക്കെ ചില ഭക്തന്മാർ പറയാറുണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടി പോയാൽ സർവജ്ഞപീഠം എന്നറിയപ്പെടുന്ന ഒരു മണ്ഡപമുണ്ട്. അവിടെയാണ് ശങ്കരാചാര്യരുടെ കാലത്ത് നിർമ്മിച്ചതാണെന്നും അതിലാണ് സർവജ്ഞപീഠം കയറിയതെന്നും ഒരു കൂട്ടർ പറയുന്നുമുണ്ട്. കാശ്മീരിലാണെന്ന് ഉള്ളതും ചരിത്രപരമായി നോക്കുമ്പോൾ അതിനാണ് കൂടുതൽ പ്രസക്തി. സർവജ്ഞപീഠം കയറിയ ആ ഒരു പീഠത്തിൻ്റെ മുകളിൽ കയറി നിന്നാൽ മൂകാംബിക ക്ഷേത്രവും മറ്റും ഒരു വിദൂര ദൃശ്യമായിട്ട് കാണാൻ കഴിയും. അവിടെ നിന്ന് 1 കിലോമീറ്റർ കിഴക്കായിട്ട് കയറി ചെന്ന് കുത്തനെ താഴോട്ടിറങ്ങിയാൽ ചിത്രമൂല എന്ന സുപ്രസിദ്ധമായ ഗുഹാതലത്തിലെത്താം. വഴി വളരെ ദുർഗമമാണ്. പർവ്വതനിരകളിൽ ഉന്തി നിൽക്കുന്നൊരു പാറയുണ്ട്. ഇതിൽ ചെറുതായ ഒരു ഊറ്റുമുണ്ട്. ഏത് കാലത്തും അതിൽ വെള്ളമുണ്ടാകുമെന്നതാണ് അതിൻ്റെ സവിശേഷത. ഒരു വന്യമൃഗത്തിനും കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം മുന്നോട്ട് തള്ളി ഒറ്റപ്പെട്ടു നിൽക്കുന്നതാണ് ഈ ഗുഹാതലം. അവിടെ നിന്നുകൊണ്ട് അടിയിലേക്ക് നോക്കിയാൽ ഏതാണ്ട് 400 അടിയോളം താഴെയായി നിൽക്കുന്ന വന്യവൃക്ഷങ്ങളുടെയും തരുനിരകളുടെയും മുകൾ ഭാഗം കാണുന്നത് മനോഹരമായ കാഴ്ചയാണ്. അവിടെ ഇരുന്നാണത്രേ കോലമഹർഷി, അതുപോലെ തന്നെ ശ്രീ ശങ്കരൻ മുതലായവർ ഘോരമായ തപസ്സനുഷ്ഠിച്ച് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയതെന്നും പറയുന്നു. കുടജാദ്രിയുടെ ഉത്ഭവത്തെപ്പറ്റി പറയുന്നത് തന്നെ പണ്ട് ശ്രീരാമാവതാര കാലത്ത് ഇന്ദ്രജിത്തിനാൽ മോഹിപ്പിക്കപ്പെട്ട വാനര സൈന്യത്തെ മോചിപ്പിക്കുവാൻ ഹനുമാൻ കൊണ്ടുവന്ന മലയുടെ ശിഖരം അടർന്നു വീണുണ്ടായതാണെന്നും അതിൽ 64 ഔഷധങ്ങളും 64 തീർത്ഥങ്ങളും ഉണ്ടെന്നുമാണ് മറ്റുമാണ്. ഈ ഔഷധഗുണം കലർന്നൊഴുകി വരുന്നതാണ് സൗവർണിക എന്നതാണ് അതിൻ്റെ മഹത്വം. മഹർഷി സുപർണൻ പണ്ട് തപസ് ചെയ്തതും അതിൻ്റെ കരയിലെത്തുന്നു എന്നതും മഹത്വത്തിന് മാറ്റുകൂട്ടുന്നു.
ഏത് കാലാവസ്ഥയ്ക്കും ആർക്കും ഒന്നുപോലെ സ്നാനം ചെയ്യാവുന്നതും മഹാരോഗങ്ങളെപ്പോലും മാറ്റിക്കൊടുക്കുന്നതുമാണ് ഈ ഐതിഹ്യത്തിന് ഉപോത്ബലകമായിട്ട് പറഞ്ഞു വരുന്നത്. കിഴക്കേ ക്ഷേത്രനടയിൽ കൂടി നേരെ വടക്കോട്ടൊഴുകുന്ന പുഴയ്ക്ക് അഗ്നിതീർത്ഥമെന്ന് പറയുന്നു. അത്രയാദി മഹർഷിമാരുടെ യാഗകുണ്ഡത്തിൽ നിന്ന് പുറപ്പെട്ടതാണെന്നൊക്കെയാണ് ആളുകൾ വിശ്വസിച്ച് വരുന്നത്. ഗോവിന്ദതീർത്ഥം കാടുവഴിയായി തന്നെ 14 മൈൽ തെക്ക് കിഴക്കോട്ട് പോയാൽ കാണുന്ന ഒരു പാറയുടെ മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണ്. ഇനി അതുപോലെ ശുക്ലതീർത്ഥത്തിനുള്ള മറ്റൊരു പ്രത്യേകത, അതിന് ഏറ്റവും അടുത്തുള്ള കിണറ്റുകളിൽ ജലനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലായി ശുക്ലതീർത്ഥത്തിലെ ജലവിധാനം കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഐതിഹ്യം പറയുന്നത് ദേവി മഹിഷാസുരവധത്തിനു വേണ്ടി സേവിക്കപ്പെട്ട മധു സ്രവിച്ച് ഊറി പാതാളസുതയോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്നതാണെന്നും ആ ജലാശയത്തിൽ കാണപ്പെടുന്ന ശിവലിംഗം പിന്നീട് ശുക്രാചാര്യനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്നും മറ്റുമാണ്. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് 4 ഫർലോങ് പടിഞ്ഞാറ് റോഡരികിലായി കാണുന്ന ഒരു ശിവക്ഷേത്ര നടയിലാണ് ശുക്ലതീർത്ഥം സ്ഥിതി ചെയ്യുന്നത്. അദ്വൈത മതസ്ഥാപകനായ ശ്രീ ശങ്കരാചാര്യർ മൂകാംബിക ക്ഷേത്രത്തിൽ വന്ന് തപസ് ചെയ്ത് ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം സമ്പാദിച്ചു. അദ്ദേഹം കന്യാകുമാരി മുതൽ ഹിമാലയം വരെ അദ്വൈതമതം പ്രചരിപ്പിച്ചുകൊണ്ട് ശിഷ്യരോടുകൂടി സഞ്ചരിക്കവെയാണ് കൊല്ലൂരിലെത്തുകയുണ്ടാവുകയും അവിടെ വെച്ച് ഇങ്ങനെ ദേവി അനുഗ്രഹം സമ്പാദിക്കുകയും ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ദേശത്തിലേക്ക്, തൻ്റെ ജന്മനാടായ മലയാളത്തിലേക്ക് ദേവിയെ കൊണ്ടുവരണം, അവിടുത്തെ ഭക്തജനങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടണമെന്ന ആഗ്രഹത്താൽ ദേവിയോട് അതിനായിട്ട് ആവശ്യപ്പെടുകയും ദേവിയെയും കൂട്ടി മുൻപിൻപായി നടന്നുവെന്നും തിരിഞ്ഞു നോക്കിയാൽ താൻ അവിടെ ഇരിക്കുമെന്ന് ദേവി പ്രതിജ്ഞ ചെയ്യുകയും അങ്ങനെ ശങ്കരൻ മുമ്പേ നടന്നു വന്നപ്പോൾ ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന ആ സ്ഥലത്തെത്തിയപ്പോൾ മൂകാസുരൻ ശങ്കരനെ ശൂലമെടുത്ത് കുത്തിയെന്നും അമ്മേ എന്ന് പുറകോട്ട് നോക്കി വിളിച്ച് അതിനാൽ തന്നെ ദേവി പിന്നെ മുൻപോട്ട് പോയില്ല, അവിടെ തന്നെ പ്രതിഷ്ഠിക്കേണ്ടി വന്നു എന്നുമൊക്കെ ഒരു കഥയുണ്ട്. അതുകൂടാതെ തളകിലുക്കി ദേവി ഇങ്ങനെ മുമ്പോട്ട് നടന്നു പോയപ്പോൾ പെട്ടെന്ന് ശബ്ദം നിർത്തി ശങ്കരനെ പരീക്ഷിക്കുവാനായിട്ട്. അങ്ങനെ വന്നപ്പോൾ പരിഭ്രാന്തനായ ശങ്കരൻ തിരിഞ്ഞു നോക്കിയെന്നും അതുകൊണ്ട് ദേവി പിന്നെ അവിടെ തന്നെ ഇരിക്കുകയും ദേവിയെ അവിടെ പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് ഒരു കഥ പ്രചാരത്തിലുണ്ട്. ആ സ്ഥലത്ത് ദേവിയുടെ ഉത്ഭവലിംഗം മാത്രമേ ഉള്ളൂ. അതിനാൽ ഭക്തന്മാർക്ക് ദർശനത്തിനും പൂജിക്കുന്നതിനുമൊക്കെ വിഷമമായതിനാൽ ആ ദർശിക്കുന്ന രൂപത്തിൽ മൂർത്തിയായിട്ട് അവിടെ പ്രതിഷ്ഠിക്കൂ എന്ന് ദേവി ശങ്കരനോട് ആജ്ഞാപിക്കുകയും അപ്രകാരം ശങ്കരാചാര്യർ ദേവിയുടെ ആഗ്രഹം പോലെ പഞ്ചലോഹത്തിൽ വാർത്തെടുത്ത ഇപ്പോഴുള്ള ശംഖചക്ര വരതാഭയ ചിഹ്നങ്ങളുള്ള 4 കൈകളാൽ അലങ്കൃതമായ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു എന്നും പറയപ്പെടുന്നു. ഇവിടുത്തെ പൂജാവിധികൾ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഏർപ്പെടുത്തിയതാണ് എന്നും അതിനുശേഷം ഇന്നുവരെ എല്ലാ കൊല്ലവും നവരാത്രിയുടെ ആദ്യ ദിവസം നവരാത്രി പൂജയുടെ പ്രധാനാംഗമായ നവാക്ഷരി കലശത്തെ ശ്രീ ശങ്കരാചാര്യരുടെ പീഠത്തിൽ പ്രതിഷ്ഠിച്ച് ദിനം പ്രതി ആ കലശത്തിൽ വിശേഷ പൂജ നടത്തുകയും ചെയ്യുന്നു. ചണ്ഡികാഹോമം മഹാനവമി ദിവസം നടത്തപ്പെടും. പുഷ്പരഥത്തിൽ ദേവിയുടെ ഉത്സവമൂർത്തിയെ ആരോഹിച്ച് രഥോത്സവം കഴിഞ്ഞാൽ നവാക്ഷരി കലശം കൊണ്ട് ഉത്ഭവലിംഗത്തിന് അഭിഷേകം നടത്തുകയും ചെയ്യും. ഇത് പൂർണ്ണ കുംഭാഭിഷേകം എന്ന പ്രശസ്തി ആർജിച്ചതാണ്. ഈ കലശാഭിഷേകം തീർത്ഥപ്രസരമുള്ളതും സർവ്വപാപഹരവും ആയതിനാൽ നവരാത്രിക്ക് വന്നുചേരുന്ന ഭക്തജനങ്ങൾക്ക് ഈ പുണ്യതീർത്ഥം കൊണ്ടുപോകുവാൻ സാധിക്കും. ഇവിടുത്തെ ദിനചര്യകൾക്കും ചില പ്രത്യേകതകളുണ്ട്. എന്തെന്നാൽ ബ്രാഹ്മേ മുഹൂർത്തെ ഉത്ഥായ ഇവിടെ ഇല്ല. രാവിലെ 5 മണിയോടെയാണ് ക്ഷേത്രം തുറക്കപ്പെടുന്നത്. ഇവിടെ ആ ഒരു ചടങ്ങില്ലാത്തത് ആ സമയത്ത് ദേവിയുടെ സാന്നിധ്യം കേരളത്തിൽ ചോറ്റാനിക്കരയായിരിക്കും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നു. അതായത് ശങ്കരാചാര്യർ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന ദേവി കൊണ്ടുവരാൻ പറ്റാതെ മൂകാംബിക ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കേണ്ടി വന്നപ്പോൾ ശങ്കരാചാര്യരുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ കേരളത്തിലെ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് വേണ്ടി അമ്മയുടെ സാന്നിധ്യം വേണം എന്നുള്ള ഒരാവശ്യപ്രകാരം പ്രഭാതത്തിൽ ദേവിയുടെ സാന്നിധ്യം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്ന് ശങ്കരാചാര്യരോട് അറിയിച്ചതായിട്ടും അതിൻ പ്രകാരം രാവിലെ 5 മണിയോടുകൂടി മാത്രമേ ദേവിയുടെ സാന്നിധ്യം മൂകാംബിക ക്ഷേത്രത്തിൽ ഉണ്ടാവൂ എന്നും
ഒരു വിശ്വാസം നിലനിൽക്കുന്നു. ഇവിടെ 5 മണിയോടെയാണ് ക്ഷേത്രം തുറക്കപ്പെടുന്നത്. അതിനുശേഷം സ്വയംഭൂലിംഗത്തിലെ നിർമാല്യങ്ങൾ മാറ്റി അഭിഷേകം, അർച്ചന മുതലായവ ചെയ്യുന്നു. ചതുർബാഹു വിഗ്രഹത്തിൽ അഭിഷേകാദികൾ പതിവില്ല. ഏതാണ്ട് 7 മണിയോടെ നിവേദ്യവും ഒരാരതിയും നടത്തി ശ്രീഭൂതബലിക്കിറങ്ങുകയായി അമ്മ. അമ്മയുടെ തിടമ്പ് ഒരു വലത്ത് ആളേറ്റിയും 2 വലത്ത് പല്ലക്കിലുമായി എഴുന്നള്ളിച്ച് പ്രദർശനം നടത്തും. അതിനുശേഷം അകത്തെഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ഒരു പ്രസാദ വിതരണമുണ്ട്. തീർത്ഥം, ചന്ദനം, ത്രിമധുരം ഇവയാണ് രാവിലത്തെ പ്രസാദം. ഏതാണ്ട് 8 മണിക്കും 9 മണിക്കും മധ്യേ അവസാനിക്കും പ്രസാദ വിതരണം. അപ്പോൾ കൊടുക്കുന്ന ത്രിമധുരം കൈക്കുളങ്ങര രാമവാര്യർ അവർകളാൽ പണമടച്ച് അനുവദിപ്പിച്ചിട്ടുള്ളതാണെന്നാണ് ഐതിഹ്യം ഉള്ളത്. അദ്ദേഹം വളരെ വലിയ ജ്യോതിഷ പണ്ഡിതനായിരുന്നു. പിന്നീട് 11:30 മണി വരെ സാധാരണ ദിവസങ്ങളിൽ പ്രത്യേക ചടങ്ങുകളൊന്നും തന്നെ ഇല്ല. ഏതാണ്ട് 11:30 മണിക്ക് വീണ്ടും നിവേദ്യം, ആരതി, ശീവേലി തുടങ്ങിയ ചടങ്ങുകളോടെ 1 മണിക്കകം ക്ഷേത്രം അടയ്ക്കുന്നു. എന്നാൽ ശുക്രവാരം, അമാവാസി, പൗർണമി തുടങ്ങിയ പ്രത്യേക ദിവസങ്ങളിൽ രുദ്രം, സഹസ്രനാമാർച്ചന തുടങ്ങിയ ചടങ്ങുകളാലും മറ്റും ചില ഭേദഗതികൾ സമയത്തിന് വന്നിരിക്കും. ഉച്ചയ്ക്ക് ശേഷം നട അടച്ചു കഴിഞ്ഞാൽ സായാഹ്നം 3 മണിയോടെ തുറക്കപ്പെടും. 7 മണിയോടെ അർച്ചന, നിവേദ്യം തുടങ്ങിയവ കഴിഞ്ഞ് ആരതി നടക്കുന്നു. പിന്നീടാണ് വലിയ ആരതി അഥവാ ദീപാരാധന തുടങ്ങുക. അകത്തെ ദീപാരാധന കഴിഞ്ഞ് വീരഭദ്രൻ്റെ ദീപാരാധനയായി. അത് കഴിഞ്ഞാൽ പരിവാര ഉപദേവതകൾക്ക്, അതായത് ചുറ്റിനുമുള്ള ഉപദേവതകൾക്ക് ദീപാരാധനയോടെ അത് അവസാനിക്കുന്നു. പിന്നീട് നിവേദ്യം, ആരതി എന്നിവ കഴിഞ്ഞ് വീണ്ടും ശിവേലിക്കിറങ്ങുകയായി. ശിവേലി കഴിഞ്ഞ് അമ്മയെ സരസ്വതി പീഠത്തിലിരുത്തി സരസ്വതി എന്ന സങ്കല്പത്തിൽ ഒരു പൂജ നടത്തുന്നു. നിവേദ്യം അവലാണ് പതിവായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗായകന്മാരുടെ ഗാനസേവയുണ്ടാകും. അങ്ങനെ ആ ചടങ്ങുകൾ അവസാനിച്ചാൽ അകത്തെഴുന്നള്ളിച്ച് കഷായ തീർത്ഥവും നിവേദിച്ച് ഭക്തന്മാർക്ക് വിതരണം നടത്തും. ഏതൊരു മഹാരോഗത്തിനും ഇതൊരു സിദ്ധ ഔഷധമായി ജനങ്ങൾ വിശ്വസിച്ചു വരുന്നു. പല ദൂരദേശങ്ങളിലേക്കും ഭദ്രമായി ഇത് വാങ്ങിക്കൊണ്ടു പോവുക പതിവുണ്ട്. അതിലേക്ക് പ്രത്യേക സംഭാവനയൊന്നും ആവശ്യമില്ല. ചുക്ക്, കുരുമുളക്, വെല്ലം മുതലായവ കൊണ്ടുണ്ടാക്കുന്ന ഒരു കഷായമാണിത്. അതിപുരാതന കാലത്ത് മലമ്പനി സമൃദ്ധമായി ഉണ്ടായിരുന്ന പ്രദേശമാകയാൽ മലമ്പനിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പൂർവികന്മാരാൽ ഉണ്ടാക്കപ്പെട്ടതായിരിക്കണം ഇത്. കൂടാതെ എല്ലാ ശുക്രവാരങ്ങളിലും ഏതാണ്ട് 5:30 മണിക്ക് അമ്മയെ ക്ഷേത്രത്തിൽ നിന്ന് ഫർലോങ് വടക്ക് സരസ്വതി പീഠത്തിൽ എഴുന്നള്ളിച്ചിരുത്തി ഒരു നിവേദ്യവും പ്രസാദ വിതരണവും പതിവുണ്ട്. നമുക്കറിയാമല്ലോ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാവുന്ന മൂകാംബിക സന്നിധി എന്നുള്ളതിന് കൂടുതൽ പ്രസക്തിയുണ്ട്. എല്ലാ ദിവസവും സരസ്വതി പീഠത്തിൽ എഴുന്നള്ളിച്ചിരുത്തിയ നിവേദ്യമൊക്കെ നൽകി പ്രസാദ വിതരണവും നടത്തി ദേവിയുടെ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന ചടങ്ങാണ് ഇവിടെ ഉള്ളത്. അമാവാസി, പൗർണമി എന്നീ ദിവസങ്ങളിൽ രാത്രി അത്താഴപൂജ കഴിഞ്ഞ് ഒരു ഫർലോങ് പടിഞ്ഞാറുള്ള സരസ്വതി പീഠത്തിലും ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തി വരുന്നു. എന്നാൽ ഇടവമാസം വെളുത്തപക്ഷത്തിലെ അഷ്ടമിക്ക് ശേഷം വൃശ്ചികത്തിലെ വനഭോജനം വരെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ലെങ്കിലും ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി ദിവസം ശുക്ലതീർത്ഥത്തിലേക്കൊരു എഴുന്നള്ളത്തും ഉറിയടി തുടങ്ങിയ ചടങ്ങുകളും നടത്താറുണ്ട്. ഇവിടുത്തെ ഉത്സവം മീനമാസത്തിലെ ഉത്രം നാൾ കൊടിയേറും. മൂലം നക്ഷത്ര ദിവസം തേരിളകണമെന്നതാണ് നിശ്ചയം. 9 ദിവസമാണ് ഉത്സവം. വേറെ യാതൊരു ചടങ്ങും ഉണ്ടായിരിക്കുകയില്ല. ബ്രാഹ്മണ സദ്യ, രുദ്രം, ചണ്ഡികാഹവനം തുടങ്ങിയ ക്ഷേത്രാചാരങ്ങളല്ലാതെ ബാഹ്യോത്സവങ്ങളൊന്നും തന്നെ ഇല്ല. 8-ാം ദിവസം രഥം വലിച്ച് പടിഞ്ഞാറേ നട വരെ കൊണ്ടുചെന്ന് മടക്കി കിഴക്കേ നടയിൽ തന്നെ കൊണ്ടുവയ്ക്കും. ഈ സമയം രഥത്തിൽ നിന്ന് നാണയങ്ങൾ, ലോഹങ്ങൾ മുതലായവ വലിച്ചെറിയും. കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണെന്നാണ് വയ്പ്. അങ്ങനെ ഭാഗ്യം വരുത്തുവാൻ ഉന്തും തള്ളുമായിട്ട് രഥോത്സവം അവസാനിക്കും. 9-ാം ദിവസം ഹോക്കളി എന്ന ഒരു ചടങ്ങോടെ രാത്രി സൗവർണികയിലേക്ക് അമ്മയെ എഴുന്നള്ളിച്ച് ആറാട്ടുത്സവം നടത്തുന്നു. അതിൽ കൂടുതലും കർണാടകക്കാരാണ് സംബന്ധിക്കുക. പിന്നീട് അതിപ്രധാനമായൊരു ചടങ്ങാണ് നവരാത്രി കാലത്തെ 9 ദിവസം ഉള്ളത്. അതിന് കൂടുതൽ മലയാളികളാണ് പങ്കെടുക്കുക. അന്നും ഒരു രഥോത്സവം ഉണ്ടാകും. പക്ഷേ മതിൽക്കകത്തിരിപ്പുള്ള ഒരു ചെറിയ രഥമായിരിക്കും അതിന് ഉപയോഗിക്കുന്നത്. അഷ്ടമി രോഹിണി, ജന്മാഷ്ടമി, കാർത്തിക ദീപം, രാമനവമി, വിഷു തുടങ്ങിയ പല വിശേഷങ്ങളും ഇവിടെ ആചരിച്ചു വരുന്നുണ്ട്. കാർത്തിക ദീപം വൃശ്ചിക മാസത്തിലെ അമാവാസി ദിവസമാണ് പതിവ്. അതിൻ്റെ തലേ ദിവസം അമ്മയെ സൗവർണികാതീരത്തിൽ എഴുന്നള്ളിച്ചിരുത്തി പൂജാതി കർമ്മങ്ങൾ നടത്തും.
അന്ന് അവിടെ പങ്കെടുക്കുന്നവർക്കെല്ലാം വിഭവസമൃദ്ധമായ ഭക്ഷണവും കൊടുക്കും. അങ്ങനെ വനഭോജനം എന്ന ചടങ്ങും ഇവിടെ നടക്കുന്നു. അന്ന് മുതൽ വീണ്ടും സരസ്വതി മണ്ഡപത്തിലേക്ക് വരവ് തുടങ്ങും. വിജയദശമി ദിവസം ഇവിടെ എഴുത്തിനിരുത്ത ഒരു പ്രധാന ചടങ്ങാണ്. കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേർ ഈ ഒരു എഴുത്തിനിരുത്ത് ചടങ്ങിലേക്ക് വേണ്ടി കുട്ടികളെ എഴുത്തിനിരുത്തുവാൻ അവിടെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ കാണുന്നുണ്ട്. അത് വളരെ വിശേഷമാണ് എന്നുള്ളതും അറിയണം. അതുപോലെ ജാതക പരിശോധനയിൽ ചന്ദ്രന് ബലമില്ലാതെയും കുജദോഷം അനുഭവിക്കുന്നവർക്കും ബുധമൗഢ്യം ഉള്ളവർക്കും എല്ലാം ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ആവകയുള്ള ദോഷങ്ങളെയെല്ലാം മറികടക്കുവാൻ സഹായിക്കും എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യം. ഒരു ജ്യോതിഷി എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്, അലങ്കാര പൂജ ചെയ്ത് അമ്മയുടെ പ്രസാദം കുട്ടികളുടെ നെറ്റിയിൽ തൊടുവിച്ചാൽ അവർക്ക് ബുദ്ധിക്ക് ഉണർവും അലസതയുമൊക്കെ മാറിക്കിട്ടുവാൻ വളരെ ഉപകരിക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചണ്ഡികാഹോമം തുടങ്ങിയ വഴിപാടുകൾ കുജദോഷമുള്ളവരെല്ലാം ചെയ്തു കഴിഞ്ഞാൽ, അപഹാര സമയങ്ങളിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾക്കെല്ലാം ഒരറുതി വരും. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ കാണും എന്നുള്ളതും അറിയേണ്ടതാണ്. മൂകാംബികാ ക്ഷേത്ര നടയിൽ നടത്തേണ്ട വഴിപാടുകളെ പറ്റി ഇനിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയ്ക്ക് നീളം വളരെയധികമായി പോയതിനാൽ ഇനിയൊരു വീഡിയോയിലൂടെ ആ വക കാര്യങ്ങളെപ്പറ്റിയൊക്കെ കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം എന്ന് വിചാരിക്കുന്നു. മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, അന്ന് യാത്ര ഇത്രയൊന്നും സുഗമമല്ലെങ്കിൽ പോലും എൻ്റെ പിതാവ് ഞങ്ങൾ മക്കളെ അവിടെ കൊണ്ടുപോയി ദർശനം നടത്തിയിരുന്നു. അന്നത്തെ കാലത്ത് മൂകാംബിക ക്ഷേത്രത്തിൽ ഇത്രത്തോളം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മലയാളികൾ പോകുന്നതും കുറവായിരുന്നു എന്നാണ് അവിടെ കാണുന്നത്. പിന്നെ എൻ്റെ ഭർത്താവും ഞാൻ കുടുംബമായിട്ട് ഞങ്ങൾ മക്കളെയും ഒക്കെ കൂട്ടി അവിടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുകയും ചെയ്തു. ചരിത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാം അദ്ദേഹം മൂകാംബിക ക്ഷേത്രത്തെ പറ്റിയുള്ള ധാരാളം ബുക്കുകൾ വാങ്ങിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിൽ കണ്ട വിവരങ്ങളാണ് ഞാനിന്നിവിടെ സംസാരിച്ചത്. ഇവരോട് രണ്ടുപേരോടുമുണ്ട് നിസ്സീമമായ കടപ്പാട് ഞാൻ ഈ അവസരത്തിലൂടെ അറിയിക്കുകയാണ്. എല്ലാവർക്കും മൂകാംബിക ക്ഷേത്രത്തിലെത്തുവാനും ദർശനം നടത്തുവാനുമുള്ള ഒരു ഭാഗ്യം മൂകാംബിക ദേവി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ദേവിയുടെ ഇച്ഛ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും അവിടെ ചെല്ലുവാനും ദേവിയുടെ അനുഗ്രഹം നേടുവാനും സാധിക്കൂ എന്നുള്ളതാണ് സത്യം. എന്നാൽ ദേവിയുടെ ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീഡിയോ എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ. നന്ദി.